നമസ്കാരം, അദ്വൈതാണ് എനിക്കൊപ്പം ഉള്ളത്. ഹൈസ്കൂൾ വിഭാഗം തബല മത്സരത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ടുണ്ട്. അദ്വൈത്, ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. ഓക്കെ, എത്ര കാലമായി മോനെ തബല പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്? 1ാം ക്ലാസ് മുതൽ ഇപ്പം 10ാം ക്ലാസ്സിൽ എത്തിയിട്ടുണ്ട്. ഈ ഒരു കാലങ്ങളിലും നമ്മളിത് പഠിക്കുന്നുണ്ട്. ഇതല്ലാതെ മറ്റെന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് പഠിക്കണ്ടോ? ഒന്നുമില്ല. കലോത്സവത്തിൽ വേറെ ഏതെങ്കിലും ഇനങ്ങളിൽ പങ്കെടുത്തോ? ഇല്ല, തബലയിലാണ്. അപ്പോൾ ഒരൈറ്റവുമായിട്ടാണ് വന്നത്. അതിൽ ഫസ്റ്റ് എ ഗ്രേഡ് വാങ്ങിയിട്ടുമുണ്ട്. അതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ആഹാ, വീട്ടിൽ ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്ത്? വരെ കലാപരമായിട്ട് ആരെങ്കിലും ഉണ്ടോ? അച്ഛനാ പഠിപ്പിച്ചത്? ഓഹോ, അച്ഛനാണ് ഗുരു. ഏട്ടനും ചെയ്യുന്നുണ്ട്. ഹാട്രിക് വിജയം ഉണ്ട് ഏട്ടന് അല്ലേ? 3 വർഷമായിട്ട് ഏട്ടനായിരുന്നു വിജയിച്ചത്. ആഹാ, അപ്പോൾ ഈ തബല മാത്രമാണോ ചേട്ടനും? വല്ലതും ഫ്ലൂട്ടും കൂടി വായിക്കും. മോനെ താല്പര്യമുണ്ടോ അതുപോലെ വേറെ ഏതെങ്കിലും ഇൻസ്ട്രുമെൻ്റ് കൂടി പഠിച്ചെടുക്കണം? ഹാർമോണിയം പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ, പാട്ട് പാടുമോ? ഇല്ല. സാധാരണ ഈ ഇൻസ്ട്രുമെൻ്റൊക്കെ പഠിക്കുന്നവരുടെ ഉള്ളിൽ എല്ലാവരുടെ ഉള്ളിൽ ഒരു താളം ഉണ്ടാവും. അങ്ങനെയാണല്ലോ നിങ്ങൾക്ക് ഇൻസ്ട്രുമെൻ്റൊക്കെ പഠിക്കാൻ പറ്റുന്നത്. അപ്പം ഒരു തരത്തിൽ പാട്ട് പഠിക്കുന്നതും ഒക്കെയാണ് ചെയ്ത് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് ചോദിച്ചതാണ്. പാട്ട് പാടാൻ അറിയാമെന്ന് പറഞ്ഞാൽ ഞാനിത് പഠിപ്പിക്കുന്നു വിചാരിച്ചിട്ടാണ്. അല്ല. ഓക്കെ, സ്കൂളിലും ക്ലാസ്സിലൊക്കെ ഈ ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ വലിയ പരിഗണന ലഭിക്കാറുണ്ടോ? ആഹാ, ആരാ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ക്ലാസ്സിലൊക്കെ? ഫ്രണ്ട്സ് തന്നെയാണ് കൂടുതൽ സപ്പോർട്ട്. ഇപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് എ ഗ്രേഡ് വന്നത് വിളിച്ച് പറഞ്ഞോ? സ്കൂളിലും മാഷന്മാരോടൊക്കെ വിളിച്ച് പറഞ്ഞോ? എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. ആഹാ, ഇനിയിപ്പോൾ സംസ്ഥാന തലത്തിലേക്കുള്ള ഒരു പ്രാക്ടീസ് ഇന്ന് മുതൽ തന്നെ തുടങ്ങുവാണോ? എല്ലാ ദിവസവും ഉണ്ട്. വീട്ടിൽ അച്ഛൻ തന്നെ ആയതുകൊണ്ട് വട വന്നിരുന്നു ചെയ്യും എന്ന് പറയുന്നുണ്ടാവും എല്ലാ ദിവസവും. ആഹാ, ഇനി എന്തൊക്കെയാണ് ഒരു ആഗ്രഹം എന്ന് പറയുമ്പോൾ? ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി കൂടുതൽ പഠിക്കാനാണ്. ആഹാ, അതാണ് ഇനി ഒരു ആഗ്രഹം. ഓക്കെ, അപ്പോൾ 10ാം ക്ലാസ്സിൻ്റെ ഒരു പരീക്ഷയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പഠനവും അതുപോലെ തന്നെ കലയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റട്ടെ എന്ന് പറയട്ടെ. താങ്ക് യു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് വായിച്ച് കേൾപ്പിച്ചൂടെ? കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര സുഖമാണ്. അതിൽ എത്ര നേരം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നവർക്ക് മടുക്കില്ല. പക്ഷെ ഞാനിപ്പോൾ നോക്കുമായിരുന്നു, ആ വിരലിൻ്റെ ഒരു വേഗത വളരെ ഫാസ്റ്റായിട്ടാണ് നിങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നല്ലേ. അപ്പോൾ ഇത് കുറേ കാലം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വിരൽ വേദനയ്ക്കൊക്കെ ചെയ്യുമോ ആദ്യ ഘട്ടത്തിലൊക്കെ? ഇപ്പോൾ അത് ശീലമായി, പ്രശ്നമില്ല. എത്ര നേരം വേണമെങ്കിലും വായിക്കാം. ഓക്കെ, അപ്പോൾ ഇനിയും ഈ വിരലുകൾ എപ്പോഴും ഇങ്ങനെ താളം പിടിക്കട്ടെ, ഒരുപാട് ഉയർച്ച ഉണ്ടാകട്ടെ. എല്ലാവിധ ഭാവങ്ങളും.